നമസ്കാരം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഈ വർഷത്തെ ആത്മഹത്യാ കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞു. കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് 30.6 ലക്ഷം ജനസംഖ്യയ്ക്ക് എന്ന തോതിലാണ്. 10,000-ലധികം ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു ഒരു വർഷം കൊണ്ട്. അതിൻ്റെ 15 മടങ്ങോളം ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നതായും കരുതപ്പെടുന്നു. ആത്മഹത്യയുടെ കാരണങ്ങൾ പ്രധാനമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു പ്രധാന അവസ്ഥയാണ് വിഷാദ രോഗം അഥവാ ഡിപ്രസീവ് ഡിസോർഡർ. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യകളുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന സർവ്വസാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദ രോഗം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിഷാദ രോഗമുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? ഇനി പറയാൻ പോകുന്ന 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് ചികിത്സ ആവശ്യമുള്ള വിഷാദ രോഗമുണ്ടെന്ന് കരുതാം. ഒന്നാമത്തേത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവമാണ്. കൊച്ചുകുട്ടികളിലും കൗമാരപ്രായക്കാരിലും സങ്കടത്തിന് പകരം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അസഹിഷ്ണുത തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങളായിരിക്കാം. രണ്ടാമത്തേത് പണ്ട് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മയാണ്. പത്രം വായിക്കാനോ TV കാണാനോ ആളുകളോട് സംസാരിക്കാനോ കളിക്കാൻ പോകാനോ സ്കൂളിൽ പോകാനോ ഒന്നും താല്പര്യമില്ല. മൂന്നാമത്തേത് അകാരണമായ ക്ഷീണമാണ്. സദാസമയം കിടക്കാൻ തോന്നുന്നു, ഒന്നും ചെയ്യാനുള്ളൊരു ഊർജ്ജസ്വലതയില്ല. ഉറക്കക്കുറവാണ് 4-മത്തെ ലക്ഷണം. വിഷാദം തുടങ്ങുമ്പോൾ സാധാരണ ഉറക്കമുണരുന്ന സമയത്തേക്കാൾ 2 മണിക്കൂറെങ്കിലും നേരത്തെ ഉറക്കം ഉണർന്നു പോകുന്നു. ഉറക്കം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ക്രമേണ അത് തീവ്രമാകുന്ന മുറയ്ക്ക് ഉറക്കം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. 5-മത്തേത് വിശപ്പില്ലായ്മയാണ്. വളരെ താല്പര്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ പോലും കഴിക്കാൻ താല്പര്യം തോന്നാത്ത അവസ്ഥ. 6-മത്തേത് ഏകാഗ്രത കുറവാണ്. ചിന്തകൾ ഇങ്ങനെ കയറി വന്ന് നമ്മുടെ ശ്രദ്ധ പതറിപ്പോകുന്ന അവസ്ഥ. ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത കുറയുന്നതാണ് 7-മത്തെ ലക്ഷണം. 8-മത്തേത് നിരാശയും പ്രതീക്ഷയില്ലായ്മയുമാണ്. ജീവിതം മുന്നോട്ട് പോകില്ല, ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, രക്ഷപ്പെടില്ല എന്നൊരു തോന്നൽ, തനിക്ക് ആരുമില്ല, താൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ, തന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ, അകാരണമായ കുറ്റബോധം. ഇത് തീവ്രമാകുമ്പോൾ താനൊരു ഉപയോഗശൂന്യനാണ്, തൻ്റെ ബന്ധുക്കൾക്ക് തൻ്റെ കുടുംബത്തിന് താനൊരു ബാധ്യതയാണെന്നൊരു തോന്നലിലേക്ക് എത്തുന്നു. 9-മത്തെ ലക്ഷണം മരിക്കണമെന്നുള്ള ആഗ്രഹവും ആത്മഹത്യാ പ്രവണതയുമാണ്. ഈ 9-ൽ 5 ലക്ഷണങ്ങൾ 2 ആഴ്ച തുടർച്ചയായി ഉണ്ടെങ്കിൽ അത് ചികിത്സ ആവശ്യമുള്ള വിഷാദരോഗമാണ്. വിഷാദരോഗ ബാധിതരായ വ്യക്തികളുടെ തലച്ചോറിൽ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ ചില രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായും വിഷാദരോഗത്തിൻ്റെ ചികിത്സ പ്രധാനമായിട്ട് ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ്. മിക്കവാറും ആദ്യമായി വിഷാദരോഗം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് 9 മാസത്തെ ചികിത്സയിലൂടെ രോഗം പൂർണ്ണമായി ഭേദമാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മരുന്നുകളോടൊപ്പം ചിന്തകളിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ജീവിത യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതകളും ഒക്കെ ഒഴിവാക്കി വർത്തമാനകാലത്തിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന മനോനിറവ് അധിഷ്ഠിത ബൗദ്ധിക ചികിത്സ, വ്യക്തിബന്ധങ്ങളിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഇന്റർപേഴ്സണൽ തെറാപ്പി എന്നിവയൊക്കെ സഹായകമായ മനഃശാസ്ത്ര ചികിത്സകളാണ്. ഇതോടൊപ്പം ആരോഗ്യകരമായ ഒരു ജീവിതശൈലി ക്രമീകരണവും ചിട്ടയായ വ്യായാമവും കൃത്യമായ ഭക്ഷണക്രമവും അതോടൊപ്പം ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിഷാദം പൂർണ്ണമായി ഭേദപ്പെടുത്താൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ വിഷാദ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക വഴി രോഗം ഭേദമാകുക മാത്രമല്ല, ആത്മഹത്യകൾ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും. നമസ്കാരം.